ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. ഈ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. 30ഓളം ക്യാൻസർ പേഷ്യൻറ്റിന് 1.5 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതല്ല എൻ്റെ ഹാപ്പിനെസ്. അവർക്കത് കൈമാറുന്ന സമയത്ത് അവരുടെ കണ്ണുകളിൽ കണ്ട ഒരു തിളക്കമുണ്ട്, പ്രതീക്ഷയുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരിന്ന് ഓണം ആഘോഷിക്കുന്ന ഓരോ നിമിഷവും എന്നെയും എൻ്റെ കുടുംബത്തെയും പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ചും ചിന്തിക്കുന്ന ഒരു നിമിഷം ഉണ്ടാക്കാൻ സാധിച്ചപ്പോൾ ഞാൻ എന്തിനു ജീവിക്കുന്നു, എൻ്റെ കുടുംബം എന്തിന് ഇത്രയും പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ഇരിക്കുന്ന ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള 2-3 അയൽവാസികൾ നമ്മളെ കുറിച്ച് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും നമ്മൾ ഒരുപാട് തരത്തിൽ ഉപദ്രവിക്കുകയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ. ഞാനും എൻ്റെ ഭാര്യയും മക്കളും നാണം കെട്ട് ആ വീട്ടിൽ നിന്നും ആ നാട്ടിൽ നിന്നും ഓടിപ്പോകണമെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ മുന്നിൽ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, സത്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഞാൻ ബിസിനസ്സിലൂടെ ഉണ്ടാക്കുന്ന പൈസ ആവട്ടെ, എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന പൈസ ആവട്ടെ, അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള അതിശക്തമായ തീവ്രമായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് 2022 അയ്യന്തോട് സബ് രജിസ്ട്രാറിൻ്റെ അവിടെ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് GST കാര്യങ്ങൾ ഫയൽ ചെയ്ത് കൃത്യമായി പ്രവർത്തനം തുടങ്ങിയത്. ഇന്ന് എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ വീണ്ടും വേറൊരു കാര്യം ഡിക്ലെയർ ചെയ്തിരിക്കുക. കിഡ്നി പേഷ്യൻസിന് വേണ്ടി 30ഓളം കിഡ്നി പേഷ്യൻസിന് വേണ്ടി 5001 രൂപ ക്രിസ്മസിന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും എടുത്ത തീരുമാനം, ഇനിയുള്ള നിങ്ങളുടെ പ്രവർത്തനം അതിശക്തമായിട്ട് പ്രവർത്തിക്കണം. നീ ബിസിനസ് ചെയ്യണം, നീ വീണ്ടും ഇറങ്ങണം, നീ പണം സമ്പാദിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന പണത്തിൽ നിന്ന് ഒരുപാട് പാവപ്പെട്ട കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് എൻ്റെ ഭാര്യയും മക്കളും എന്നോട് ഒറ്റക്കെട്ടായി എന്ന് പറയുമ്പോഴല്ലോ, അത് തരുന്നൊരു ആവേശമുണ്ട്, അത് തരുന്നൊരു ധൈര്യമുണ്ട്, അത് തരുന്ന ഒരു സത്യസന്ധമായിട്ടുള്ളൊരു പ്രലോഭനമുണ്ട്. നിന്നെ കൊണ്ട് അത് സാധിക്കും. എന്ത് പ്രശ്നം ഉണ്ടാവട്ടെ, ഏത് രീതിയിൽ നിന്നെ അപമാനിക്കട്ടെ, നിന്റെ കൂടെ എൻ്റെ ഭാര്യയായ എൻ്റെ സഹധർമ്മിണി എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ലോകത്തിൽ ആരെയും പേടിക്കേണ്ട ആവശ്യം. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുമ്പോൾ എൻ്റെ ഒപ്പം നല്ലവരായിട്ടുള്ള ഒരുപാട് നാട്ടുകാർ സഹകരിച്ചുകൊണ്ട്, ഷെറിൻ ഇനി നീ വീണ്ടും പ്രവർത്തിക്കണം, നീ വീണ്ടും ചെയ്യണം, നിന്റെ ഈ പ്രവർത്തനം ഒരുപാട് പാവപ്പെട്ടവർക്ക് ഉപകാരമായിട്ട് മാറുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ആവേശത്തിലാണ്. ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് അത് ചെയ്യുന്നതാണ്, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിയിരുന്നില്ല. ഇന്ന് മീഡിയകളിലായാലും ഇന്ന് ഓൺലൈൻ കാര്യങ്ങളിലായാലും വളരെയധികം ഫെയിമായിട്ട് നമ്മുടെ പ്രവർത്തനം എത്തിയപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു മാതൃകയായിട്ട് മാറിയപ്പോൾ വളരെയധികം ആവേശത്തിലാണ്. ഇനിയും ഞങ്ങൾ ചെയ്യും, ഇനിയും പോരാടും. പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾക്ക് താങ്ങാവുന്ന പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുന്ന ഒരു ദിവസമുണ്ടാവും. അതിനുവേണ്ടി അതിശക്തമായിട്ട് പ്രവർത്തിക്കും, മരണം വരെ ഫൈറ്റ് ചെയ്യും. പാവപ്പെട്ട ഓരോ വ്യക്തികൾക്കും നാളെ സംരക്ഷണം നൽകുന്ന ഒരു മഠമായിട്ട് മാറുമ്പോൾ എല്ലാവരും അംഗീകരിക്കാനുണ്ടാവും. പക്ഷെ ഇന്ന് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആ വ്യക്തികൾ തരുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, അത് വലിയൊരു ധൈര്യമാണ്. എല്ലാവർക്കും ഈ ഓണക്കാലം അതിശക്തമായിട്ടൊരു ഓണക്കാലമായി. നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പലരും നിങ്ങളെ തളർത്തും, പലരും നിങ്ങളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കും, പലരും നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങളെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരിക്കും. പക്ഷെ തളരരുത്. കാരണം എന്താ, ജീവിതം അങ്ങനെയാണ്. പല കാര്യങ്ങളിലും നമ്മളെ മറ്റുള്ളവർ അവഗണിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും നമ്മളെ തളർത്താനാണെങ്കിൽ അതൊരു പോരാട്ട വീര്യമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നാളെ നിങ്ങൾക്കും അതിശക്തമായ ഒരു വിജയമുണ്ടാക്കാൻ സാധിക്കും. എല്ലാവരും വിജയിക്കട്ടെ.